ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്റ്റഫ്ഡ് നേന്ത്രപ്പഴം പൊരിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചൂടാവുക കാരണം നേന്ത്രപ്പഴത്തിൻ്റെ കളറ് കുറച്ച് ബ്ലാക്കായി വന്നിട്ടുണ്ട്. പക്ഷേ ഉള്ളിലിത് കറക്റ്റാണ്, പഴം പൊരിക്കുള്ള ആ ഒരു കറക്റ്റ് പാകമാണത്. അപ്പോൾ നമ്മൾ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കണ്ട. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പുറത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് അത് മൈദയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ടേസ്റ്റ് നമ്മൾ ഗോതമ്പിൻ്റെ പൊടിയൊന്നും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ പകരം ഗോതമ്പ് പൊടി ചേർക്കാം. പക്ഷേ ഈ മൈദ ചേർത്തിട്ട് നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് മൈദ തന്നെ ചേർക്കണം, എന്നാലാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾ, 1/4 ടീസ്പൂണിലേക്ക് കുറച്ചും കൂടി കൂടുതൽ മഞ്ഞൾപ്പൊടി. എത്ര കളർ വേണ്ടത് മഞ്ഞൾപ്പൊടിയുടെ കളറിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു നല്ലൊരു കളറ് കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം കളറ് ചേർക്കാം. പക്ഷേ ഞാൻ കളറ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം നമുക്ക് ഇതിലേക്ക്. ലേശം ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഒരു ആവശ്യത്തിന് മധുരം, എത്രയാണ് നമുക്ക് ആ ബാറ്ററിന് മധുരം വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ ഒരു 2 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ മധുരത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ 2-3 സ്പൂണ് ചേർക്കുക പഞ്ചസാര. ഇത് പഞ്ചസാര പൊടിച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കടയിൽ നിന്ന് കിട്ടുന്നതിൽ ബേക്കിംഗ് സോഡ അവർ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ അതിൻ്റെ ആ പുറത്തൊരു പ്രത്യേക ഒരു ടെക്സ്ചറില്ലേ, ഇങ്ങനെ എന്താ പറയുക, ചെറുതായിട്ട് ക്രിസ്പി ആയിരിക്കും, പിന്നെ കുറച്ച് ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിരിക്കും. അങ്ങനെയുള്ള ആ ഒരു ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്തേ പറ്റൂ. ഒരു 1/4 ടീസ്പൂൺ, 1 കപ്പ് മൈദയ്ക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ എന്നുള്ള ഒരു അളവിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർക്കാം. അപ്പോൾ ഈ ഒരു ഇതാണ് കേട്ടോ പാകമാണ്, കൺസിസ്റ്റൻസി ഇത് കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലാതെ തന്നെ കട്ടി പിടിച്ചിരിക്കരുത്. എന്നാൽ നമ്മൾ പഴം ഇതിൻ്റെ മുക്കുമ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടാണ് പഴം മുക്കുന്നത്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഒരു പാൻ, നമുക്ക് ഇതിലേക്ക് വേണ്ട സ്റ്റഫിങ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുക്കാം. നമുക്കിതിലേക്ക് നാളികേരം ചേർക്കാം. ഞാനിപ്പോൾ ഡ്രൈ കോക്കനട്ട് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ നാളികേരം ചിരകിയിട്ട് ഇതിൽ ചേർത്താൽ മതി, അതായിരിക്കും ശരിക്കും കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഞാനിത് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. പഴത്തിന് മധുരം കുറവാണെങ്കിൽ പഞ്ചസാരയും കുറച്ച് ആഡ് ചെയ്യാം. ഞാനൊരു 2 പഴത്തിനുള്ള ഫില്ലിങ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ജസ്റ്റ് കാണിക്കാൻ. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയായി. ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ചേർക്കാം. കുറച്ച് ഏലക്കായ പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയായി. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നമുക്ക് കേല ഇതുപോലെ പഴം പൊളിച്ചെടുക്കാം. എന്നിട്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് ഫില്ലിങ് വെക്കാം, അല്ലെങ്കിൽ 2ആയിട്ട് മുറിച്ചിട്ട് അങ്ങനെയും വെക്കാം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്ന കടായി വളരെ ചെറുതാണ്, അപ്പോൾ ഞാനത് 2ആയി മുറിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ കത്തി കൊണ്ട് നമ്മൾ മുറിക്കുക 2ആയിട്ട്. എന്നിട്ട് നമുക്കിതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം.
ഇപ്പോൾ പഴം വളരെ ചെറിയ പഴമാണ്. ഇനി ഇത് ബാറ്ററിൽ നമ്മൾ മുക്കുക, എന്നിട്ട് പൊരിച്ചെടുക്കുക ചെയ്യുക. ഇത് നന്നായിട്ട് ഉള്ളിലേക്ക് ആക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ബാറ്ററിൽ മുക്കിയത് ഇട്ട് കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത കാരണം നല്ല ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, കാരണം ഉള്ളിൽ നന്നായിട്ട് പാകമാവണം. നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ പാകാവില്ല. അപ്പോൾ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റഫ്ഡ് പഴംപൊരി റെഡിയായി. ഇനി നമുക്ക് സാധാരണ നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ പഴംപൊരി, ഈ പഴം ഞാൻ ഓരോ പഴം 2 കഷ്ണം നെടുകെ മുറിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്നും ഇതുപോലെ സ്ലൈസാക്കി, ഓരോ കഷ്ണവും ഞാൻ 3 സ്ലൈസാക്കിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതേ ബാറ്ററിൽ തന്നെ മുക്കിയിട്ട് ഉണ്ടാക്കുക, നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കണ പോലെ. അത്രേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് ബാക്കി ബാറ്റർ ഉണ്ട്. അപ്പം പിന്നെ ഞാൻ സാധാരണ പഴംപൊരിയും കൂടി ഉണ്ടാക്കി, ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും സാധാരണ പഴംപൊരിയും കൂടി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത കാരണം നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആ ടേസ്റ്റും അതെ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാ റെഡിയായി. അപ്പോൾ നമ്മളുടെ സ്റ്റഫ്ഡ് നേന്ത്രപ്പഴംപൊരിയായി, അതുപോലെ തന്നെ നോർമൽ ചായക്കട സ്പെഷ്യൽ പഴംപൊരി റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രണ്ടും ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ആ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് വേറൊരു ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്